എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷിച്ചല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വെജിറ്റബിൾ സമൂസ എങ്ങനെ ഉണ്ടാക്കേണ്ട ആണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കേണ്ട, അതിന് വേണ്ടിയിട്ട് ഫ്രോസൺ വെജിറ്റബിൾസ് എടുക്കണം. ഇനി നമുക്കൊരു പാനിൽ എടുത്തിട്ട് കുറച്ച് ഓയിലിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കട്ട് ചെയ്ത പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പൊട്ടാറ്റോ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം ഇത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് മിക്സ്ഡ് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏത് മിക്സ് വെജിറ്റബിൾ നിങ്ങൾക്ക് ഇടാം, കോളിഫ്ലവറും കോൺ അതൊക്കെ നിങ്ങൾക്ക് ഇടാം, നിങ്ങളുടെ ചോയ്സാണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, അതിനുള്ളിലേക്ക് മുളക് പൊടി, ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി പെപ്പർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക, വലിയ ജീരകം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഒന്ന് മൂടി വെക്കുക കുറച്ച് നേരം. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ വെള്ളം ഒഴിച്ചെടുത്തില്ല, സിമ്മ് ലോ ആയിട്ട് ഞങ്ങൾ ഇട്ട് കൊടുത്തിക്കണേ. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നും കൂടി നോക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞാൽ കുറച്ച് കറി ലീവ്സും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കറി ലീവ്സ് ഒന്ന് സ്മാഷ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നല്ല മിക്സ് ചെയ്ത് കൊടുത്താൽ ഇത് സാധനം റെഡി ആയിക്കണേ. ഇനി ഇതിനുള്ളിലേക്ക് വേറൊരു സാധനം കൂടി ഇടാണ്ട്. അപ്പോൾ ഇതിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആവും. അപ്പോൾ ഇതെന്താ ചോദിച്ചാൽ ഇത് നമ്മളുടെ സമൂസ ലീവ്സ് ഇങ്ങനെ സ്ക്വയർ ഷേപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പൊരിക്കുക ചെയ്യുക. അപ്പോൾ ഇത് പൊരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് മസാലയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് വരും. അപ്പോൾ ഇതിങ്ങനെ ഒരു മുരിഞ്ഞിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇനി നമ്മളുടെ മസാലയുടെ ഉള്ളിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇത് ആ മസാലയുടെ ഉള്ളിലേക്ക് ഇട്ടെടുത്തിട്ട് നമ്മൾ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം ഒന്നും കൂടി മിക്സ് ആവും, അല്ലെങ്കിൽ നമ്മൾ ക്രഷ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ, എന്നിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ മസാല റെഡി ആക്കണം. അപ്പോൾ നമ്മൾ മസാല പിന്നെ നമ്മളുടെ സമൂസ ലീവ്സും പിന്നെ മൈദയും റെഡി ആക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ പിന്നെ ഉണ്ടാക്കാൻ. അപ്പോൾ ഞങ്ങൾ സ്വിഫ്സിൻ്റെ സമൂസ ലീഫാണ് എടുത്തിക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ വാങ്ങിക്കണം, നല്ലതാണ്. അതുപോലെ മടക്കി എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ സമൂസ റെഡി ആക്കണം. അപ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്യണത്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഈ സാധനം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടി പൊരിക്കുകയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ വെജിറ്റബിൾ കുറുമ അടിപൊളി സാധനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് ചപ്പാത്തീൻ്റെ കൂടെ കുബൂസും റൊട്ടി എല്ലാത്തിൻ്റെ കൂടെ തിന്നാൻ പറ്റും. ഇനി അതിനായുള്ള ആവശ്യമുള്ള സാധനങ്ങൾ, ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് ഇനി ആ പാനിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക അതിനുള്ളിലേക്ക്. അതിനുള്ളിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇനി പച്ചമുളകും പിന്നെ കുരുമുളകും ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ്ഡ് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക, നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇട്ടിട്ട് ഉണ്ടാക്കാം. ഞങ്ങളപ്പോൾ ഫ്രോസൺ വെജിറ്റബിൾസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഒന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവണ സമയത്ത് നമ്മൾ കുറച്ച് തേങ്ങ എടുക്കണം. ഇനി അണ്ടിപ്പരിപ്പും കുറച്ച് അരച്ചെടുക്കണം. 1 കപ്പ് തേങ്ങ. അപ്പോൾ അണ്ടിപ്പരിപ്പ് 10 എണ്ണം, പിന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് അരച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ കുറുമ റെഡി ആയിക്കണ്. അപ്പോൾ കുറുമ നല്ല രസമുണ്ട് കാണാൻ.
ഇനി നമ്മളുടെ തേങ്ങ അരച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറ്റി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ തന്നെ നിങ്ങൾ ഓഫ് ചെയ്യണം. ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം. ഇതാ നമ്മളുടെ കുറുമ റെഡി ആക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് ഇത്തത്തെ വേറെ എല്ലാവരും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറത്തെ വിഭവങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഇനി ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ ബൈ.